സുപ്രീം കോടതിയിൽ ഇന്ന് നടക്കുന്ന ഒരു കേസ് കേരളത്തെ സംബന്ധിച്ച് അതിനിർണായകമാണ്. നിർണായകമെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ദേശീയപാത 75 മീറ്റർ വേണോ 45 മീറ്റർ വേണോ എന്നുള്ളതൊക്കെ വലിയ തർക്കമായിരുന്നു. എന്തായാലും 45 മീറ്റർ എന്നുള്ളതാണ് നമ്മുടെ രീതി. ദേശീയപാതകളിൽ കൂടുതൽ അകലം പാലിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കണമെന്ന സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് നടക്കാൻ കേരളം സാവകാശം തേടും. നമുക്ക് കുറച്ചുകൂടെ സമയം വേണമെന്ന് ചോദിക്കും. കാരണം നമ്മുടെ സെറ്റിൽമെൻറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് NH എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈഡിലും വളരെ അടുത്താണ് കെട്ടിടങ്ങൾ ഇരിക്കുന്നത്. വീടുകളായാലും കെട്ടിടങ്ങളായാലും അതെല്ലാം പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞാൽ നോട്ട് പ്രാക്ടിക്കൽ. അത് കേരളം മുഴുവനുണ്ട് എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് മാത്രമല്ല, കേരളമാകെ അങ്ങനെ പൊളിച്ചു മാറ്റണം എന്ന് പറയുന്നത് പ്രായോഗികമല്ല. വളരെ വലിയ ബുദ്ധിമുട്ടാണ് പ്രായോഗികമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുമരാമത്ത് സെക്രട്ടറി ആ റിപ്പോർട്ട് സ്റ്റാൻഡിംഗ് കൗൺസിൽ ആൽജോ എസ് ജോസഫ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കാനായി കൊടുത്തിട്ടുണ്ട്. അതായത് കോടതിയിൽ സമർപ്പിക്കും. സന്ദീപ് മേത്ത ഉൾപ്പെട്ട ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ദേശീയപാതകളുടെ മധ്യഭാഗത്ത് നിന്ന് 40 മീറ്റർ പരിധിക്കുള്ളിൽ വീട് നിർമ്മാണവും 75 മീറ്റർ പരിധിക്കുള്ളിൽ വാണിജ്യ കെട്ടിടങ്ങളും നിർമ്മിക്കരുതെന്നാണ് കോടതി നിർദ്ദേശം. ഇത് അപ്രായോഗികമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സംസ്ഥാനത്തെ ദേശീയപാതകളുടെ പരമാവധി വീതി 45 മീറ്ററാണ്. ഇപ്പോൾ 22.5 ഒരു വശത്തേക്ക്, 22.5 ഒരു വശത്തേക്ക്, മറുവശത്തേക്ക് ഇരുവശങ്ങളിലേക്ക് 22.5 മീറ്റർ വീതമാണ് ഇപ്പം നമ്മൾ ദേശീയപാത ഉള്ളത്. അത് 17.5 മീറ്റർ സ്ഥലം വിടേണ്ടി വരും. അതിനകത്ത് വാണിജ്യ കെട്ടിടമാണെങ്കിൽ 52.5 മീറ്റർ സ്ഥലം 2 സൈഡിലും വിടേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ വലിയ സ്ഥലമാണ് കൊടുക്കേണ്ടി വരിക. നിലവിൽ റോഡിൻ്റെ ഭാഗത്തു നിന്ന് 4.5 മീറ്റർ അകലെ നിർമ്മാണം നടത്താൻ അനുമതിയുണ്ട്. ഇപ്പോൾ 4.5 മീറ്റർ 5 മീറ്ററിനകത്ത് നിർമ്മാണം നടത്താം. അതേസമയം 45 മീറ്റർ ദേശീയപാതയിൽ നിന്നും 27 മീറ്റർ വിട്ടാൽ മതിയാകും. അതായത് 40 മീറ്ററിലേക്കും 75 മീറ്ററിലേക്കും മാറുന്നത് ദേശീയപാതയ്ക്ക് സ്ഥലം വിട്ടുകൊടുത്തവർക്ക് ഇത് ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ദിവസങ്ങൾക്കുള്ളിൽ 60 ദിവസങ്ങൾക്കുള്ളിൽ വിജ്ഞാപനം ഇറക്കണമെന്നും ഏപ്രിൽ 13 ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതി. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിൽ തുടർ നടപടികളൊന്നും തന്നെ കേരളത്തിൽ ഉണ്ടായില്ല. മെയ് 13 വീണ്ടും ഈ സർക്കാർ അധികാരമേറ്റത്. 25 നവംബർ 2-നും 3-നും രാജസ്ഥാനിലെ ഫലോദി ജില്ലയിലും തെലങ്കാനയിലും തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലുണ്ടായ റോഡ് അപകടങ്ങളിൽ 34 പേർക്ക് ജീവഹാനി ഉണ്ടായതിനെ തുടർന്നാണ് സ്വമേധയാ സുപ്രീം കോടതി കേസെടുത്തത്. കാര്യം നാഷണൽ ഹൈവേയുടെ അടുത്ത് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് സുപ്രീം കോടതി കേസെടുത്തത്. എന്തായാലും സുപ്രീം കോടതിയുടെ വിധി നമുക്ക് വലിയ തിരിച്ചടിയാണ്. ഇന്ന് നമ്മൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി പുതിയ അഫിഡവിറ്റ് കൊടുക്കുന്നുണ്ട്. അതിന് എന്ത് ഉത്തരവ് വരും എന്നറിയില്ല. എന്തായാലും കേരളത്തിൽ ദേശീയപാതയ്ക്കും ഒരു വശത്ത് ദേശീയപാതയ്ക്ക് സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് പറയുന്നു, ഇരുവശത്ത് കെട്ടിടം പറ്റില്ല എന്ന് പറയുന്നു. നദികൾക്ക് വേണ്ടി ഉള്ള സ്ഥലം വിട്ടുകൊടുക്കണം, ഫ്ലഡ് പ്ലെയിൻ നദികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോൾ കേരളത്തിൽ പിന്നെ മനുഷ്യവാസം വളരെ വലിയ സമ്മർദ്ദത്തിലേക്ക് മാറും എന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വികസന പ്രതിസന്ധി.